കേരളം ചുട്ടുപൊള്ളുമ്പോൾ അപ്രതീക്ഷിതമായി എത്തിയ വേനൽമഴ ഒരുപോലെ ആശ്വാസവും ദുരിതവുമായി. ശക്തമായ കാറ്റിൽ എറണാകുളത്ത് ഏക്കർ കണക്കിന് വാഴകൃഷി നശിച്ചു. നിരവധി വാഹനങ്ങൾക്ക് മുകളിൽ മരം വീണു. തകരാറിലായ വൈദ്യുതി ബന്ധം പലയിടത്തും പുനഃസ്ഥാപിച്ചു വരികയാണ്. വലിയൊരു നഷ്ടമാണ്, വലിയൊരു പ്രതീക്ഷകളാണ് പോയിരിക്കുന്നത്. ഒരുപാട് ലോണൊക്കെ എടുത്തിട്ടാണ് ഇത് ചെയ്തിരുന്നത്. അപ്പോൾ അത് മൊത്തം പോയിരുന്നു. ഒന്നുമില്ല, 3000-ഓളം വാഴയുണ്ട്. 2 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ഒരു സൊസൈറ്റിന് ലോണാണ്. ലോണും പിന്നെ കുറേ സ്വർണ്ണങ്ങളൊക്കെ പണം വെച്ചിട്ടാണ് ചെയ്തത്. ഒരു കർഷകന്റെ കണ്ണീരാണിത്. ഓരോ ദിവസവും കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ ഷാജി നോക്കിയ 2000-ലധികം വാഴകളാണ് ഇന്നലെ വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിൽ നശിച്ചത്. എറണാകുളം ചെങ്ങമനാട് ഗാന്ധിപുരത്താണ് 3 ഏക്കറോളം സ്ഥലത്ത് ലോൺ എടുത്ത് ഷാജി വാഴകൃഷി തുടങ്ങിയത്. മഴക്കാലം എത്തും മുൻപ് കുലവെട്ടാമെന്നായിരുന്നു കണക്കുകൂട്ടൽ. എല്ലാം പോയി. ഒരു നിമിഷം പോലും വിശ്രമം എടുക്കാതെ കൃഷിയെ അത്രമാത്രം ആത്മാർത്ഥമായി പ്രണയിച്ച ഒരു വ്യക്തിയാണ് ഷാജി. ഷാജിക്ക് നഷ്ടം ഒരിക്കലും നികത്താൻ പറ്റാത്തതാണ്. സർക്കാരിൽ നിന്നുള്ള ധനസഹായം എത്രയും പെട്ടെന്ന് ലഭ്യമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ കൃഷിയെ സ്നേഹിക്കുന്ന ഇത്രയും വ്യക്തികളുടെ മനസ്സ് മടുപ്പിക്കുന്ന ഒരു രംഗമാണിത്. ആലുവ, നെടുമ്പാശ്ശേരി, വൈപ്പിൻ, ഇടക്കൊച്ചി മേഖലകളിലാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ. ആലുവ ശാസ്താക്ഷേത്രത്തിനു മുന്നിലെ കൂറ്റൻ ആൽമരം കാറിന് മുകളിലേക്ക് കടപുഴകി വീണു. ചെറായി ബീച്ച് പരിസരത്ത് മരം വീണു. വീടുകളുടെ മേൽക്കൂരകൾ പറന്നുപോയി. ജില്ലയിൽ വ്യാപകമായി വൈദ്യുതി ബന്ധം തകരാറിലാണ്. ഇവ പുനഃസ്ഥാപിക്കുന്ന ജോലികൾ KSEB നടത്തുന്നു. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.